പ്രൈസ് ദ ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. ഒരു പട്ടണത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഭ്രാന്തിയായ സഹോദരി മദ്യപാനന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടു. അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ തെരുവിൽ ആ കുഞ്ഞ് വളർന്നു. പിന്നെയും അതുപോലെ തന്നെ രണ്ടാമതും അതുപോലെ തന്നെ ഉപദ്രവിക്കപ്പെട്ടു. അടുത്ത കുഞ്ഞും ജനിച്ചു. ആ തെരുവിൽ ആ കുഞ്ഞും വളർന്നു. ചെറുപ്രായം തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ ആ പട്ടണം എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച, ആ ഭ്രാന്തിയായ മാതാവ് മരിച്ചു കിടക്കുന്നതും 1.5 വയസ്സുള്ള തൻ്റെ ഇളയ കുഞ്ഞ് തന്നെ പാല് കുടിക്കുന്ന കണ്ട കാഴ്ചയാണ്. മരിച്ച മൃതദേഹത്തിൽ നിന്ന് പാല് കുടിക്കുന്നത് പോലെ കാഴ്ച കണ്ടാണ് ആ പട്ടണം ഉണർന്നത്. വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു അത് കേട്ടോ. പിന്നെ ആ വാർത്ത പരന്നു. അത് അമേരിക്കയിലെത്തി. അമേരിക്കയിൽ നിന്നൊരു സഹോദരൻ വന്നു. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരെ ദത്തെടുത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. മനുഷ്യൻ്റെ കാലഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുകയാണ്. ദൈവത്താലാണ് മനുഷ്യൻ്റെ കാലഗതികൾ നിയമിക്കപ്പെടുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും, ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കാതെ, തകർത്ത് കളയാതെ ഏൽപ്പിക്കേണ്ടവരുടെ കൈകളിൽ നമ്മെ ഏൽപ്പിക്കും. നമ്മെ നടത്തേണ്ടതുപോലെ നടത്തും. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. മറ്റുള്ളവർക്ക് പറയാൻ പോലും അനുവദിക്കാൻ കഴിയാതെ വണ്ണമുള്ള ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും. അതുകൊണ്ടൊന്നും ഓർക്കണ്ട, അനാഥർക്ക് പിതാവാണ്, വിധവകൾക്ക് നല്ല ഒരു കാന്തനായ ദൈവം. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് കാര്യങ്ങളൊക്കെയും ദൈവം ചെയ്ത് വഴി നടത്തും. ഗോഡ് ബ്ലെസ് യു.